സാറേ, പി സരിൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ആദ്യം കോൺഗ്രസിലേക്ക് വരുന്നു. അവിടെ നിന്ന് നിലവിൽ CPM-ലേക്ക് എത്തി പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഇനി എന്തായാലും അദ്ദേഹത്തിൻ്റെ പി സരിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാവും. അത് സ്വാഭാവികമായി എന്താണ് സംഭവിക്കുക എന്നത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് തന്നെ ഒരു വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ സരിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? അപ്പം ഈ സിവിൽ സർവീസ് ഉപേക്ഷിച്ചിട്ടാണ് കോൺഗ്രസ്സിൽ വന്നത്. കോൺഗ്രസ്സിനെ ഉപേക്ഷിച്ചിട്ട് CPM-ൽ വന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-നെ ഉപേക്ഷിച്ചിട്ട് മിക്കവാറും അദ്ദേഹത്തിന് ആ ജോലിയിലേക്ക് പോകാം. സിവിൽ സർവീസ് ആകണമെന്നില്ല, ഡോക്ടർ ആതുര സേവനമാണല്ലേ. അപ്പം ചികിത്സിക്കുന്ന പണിയിലേക്ക് പോകാം. ചികിത്സിക്കാൻ അറിയുമെങ്കിൽ അതിൻ്റെ വശം നമുക്കറിയത്തില്ലല്ലോ, അദ്ദേഹം അതിലെത്രത്തോളം പ്രഗത്ഭനാണ് എന്നുള്ളത്. രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് വരികയായിരുന്നു. അപ്പോഴാണല്ലോ ഇങ്ങോട്ടേക്ക് ചാടിയത്. അതും ചെന്ന് ചാടിക്കൊടുത്തതോ CPM-ൻ്റെ വായിൽ. ആയിക്കൊള്ളട്ടെ, CPM-ലെ സ്ഥാനാർത്ഥികൾ ഒക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. അത് 1957 മുതൽ പാലക്കാട് മണ്ഡലം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അന്ന് മുതൽ CPM-ന് വലിയ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഇടമാണ്. ഇവിടെ ഇപ്പം CPM-ന് വലിയ പതനം സംഭവിക്കാൻ പോകുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കാം. ആണ്. അത് ഇപ്പം സരിനല്ല, ഇനി CPM-ലെ എത്ര കൊടി കെട്ടിയവനായാൽ പോലും ഇവിടെ പാലക്കാട് ദയനീയമായ പരാജയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 34,000 വോട്ടാണ്. നമ്മുടെ പാർട്ടി സെക്രട്ടറി അതെ വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സീറോയാണ്. വിജയരാഘവനായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ത്രി കൊച്ചമ്മയുണ്ടല്ലോ, അതൊക്കെ പാർട്ടിയിലെ ബിഗ് സീറോ ആയിട്ടുള്ളവരാണ്. പിന്നെ കഴിഞ്ഞ തവണ 2021 CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി പ്രമോദായിരുന്നു. അതും കിട്ടിയത് 34,000 വോട്ടെന്തോ ആണ്. 3,400-800 വോട്ടാണ് ഈ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത്. ഇപ്പോൾ സരിൻ്റെ ഗതി ഒന്നുകൂടെ താഴോട്ട് പോകും ഈ കഴിഞ്ഞ തവണത്തേനേക്കാൾ, 21-നേക്കാൾ. കാരണം അവിടെ പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ്. ഇവർ കുറച്ച് രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചു CPM. ഇപ്പോൾ സരിനെ ചൂണ്ടയിട്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്തു. അതുകൂടാഞ്ഞിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ അപ്പുറത്ത് ചാടിയപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ ഈ പാണക്കാട് പോകുന്നു, അങ്ങനെ കുറേ സംഭവവികാസങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത്തരത്തിൽ ലീഗിനെ വെറുപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഒന്ന് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ പിണറായിയുടെ ധാരണ എന്താണെന്നറിയാമോ? ഈ ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടും ഒക്കെ ഇങ്ങ് പിടിച്ചെടുക്കാമെന്നാണ്. എവിടെ? ഒന്നും നടക്കാൻ പോകുന്നില്ല. പാലക്കാട്ട് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ വോട്ടൊക്കെ തന്നെയും നമ്മുടെ കൃഷ്ണകുമാറിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് SNDP മുഴുവനായിട്ടിപ്പോൾ CPM-നെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പാണക്കാട്ടിന് എതിരെ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി. അവർ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ SDPI-യുടെ ഒക്കെ തീവ്ര സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി തീർന്നിരിക്കുന്നുവെന്ന്. ഒരു കാലത്ത് ഈ ലീഗിനെ വാനോളം വാഴ്ത്തിയത് ഈ പിണറായി തന്നെയാണ്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പാണക്കാട് കുടുംബമാണ് ഇതിനകത്ത് മുസ്ലിം സമുദായത്തിലെ അണികളെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തിയതും ഒരു മതേതര സ്വഭാവം കാണിച്ചതെന്നും ഒക്കെ പറഞ്ഞാണ് അങ്ങനെ വാനോളം വാഴ്ത്തിയത്. ഈ വാനോളം വാഴ്ത്തിയത് ഒരു സമയത്ത് കൂടി. 2016 അധികാരത്തിൽ വന്ന് 2021 അധികാരത്തിലേക്ക് കയറുമ്പോൾ ആ വാഴ്ത്തൽ കൂടി. കാരണം അതിനിടയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ചില രഹസ്യ ധാരണകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി അതിനകത്ത് മുൻകൈ എടുത്തു. കാരണം 2 തവണ ലീഗിന് ഭരണമില്ലാതിരിക്കുകയാണ്. അവർക്ക് ഭ്രാന്തളകി നിൽക്കുകയാണ്. ഇനി 26-ലും കൂടെ ഭരണമില്ലാതെ വന്നു കഴിഞ്ഞാലോ ലീഗ് എന്തും കാണിക്കും. പക്ഷേ 26-ൽ അധികാരത്തിൽ UDF-ന്റെ കൂടെ വരുമ്പോൾ പിന്നെ ലീഗ് മുഴുവൻ അടക്കി ഭരിക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ കൃഷ്ണകുമാർ ഇപ്പോൾ ഒരു വലിയ മുന്നേറ്റം
കുറിച്ചിരിക്കുകയാണ്. കാരണം സന്ദീപ് എന്ന് പറയുന്ന വാര്യർ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഒരു 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 മാൻഡ്രേക്കാണ്. ആ മാൻഡ്രേക്കിനെ എടുത്ത് ചുമന്നു വച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇനിയിപ്പോൾ സരിന് എന്ത് ചെയ്യും? ഈ തുടക്കത്തിൽ അവിടെ മാങ്കൂട്ടത്തിനായിരുന്നു ഒരു മുന്നേറ്റം കുറിച്ചത്. കാരണം ഷാഫിയോടൊപ്പം തന്നെ 2021 അവിടെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു മാങ്കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ മണ്ഡലവുമായിട്ടൊരു പരിചയമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഷാഫി വടകരയിലേക്ക് മാറിയപ്പോൾ തന്നെ ഇവർ അണിയറ നീക്കങ്ങളും ആരംഭിച്ചു. ഷാഫിയുടെ വിജയം അവിടെ ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിലൊരു പൊതുവെ ഒരു UDF തരംഗം ഇങ്ങനെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശൈലജ ആയതുകൊണ്ട് മാത്രം അവിടെ ഒരു കടുത്ത മത്സരം നടന്നുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെയും വോട്ട് വന്നപ്പോ മത്സരം കാണുന്നില്ല. അതെ, 1.5 ലക്ഷം. അതെ 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 അന്നോ. പക്ഷെ മത്സരം നല്ലപോലെ നടന്നേ. കാരണം അവരും അവിടെയും കുറെ വിവാദം ഉണ്ടായില്ലേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞിട്ടും വടകര മണ്ഡലം ഏറെ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പാലക്കാടും ചർച്ച ചെയ്യും. ഇപ്പോൾ പാലക്കാട് സരിൻ ചിത്രത്തിലില്ല. യഥാർത്ഥത്തിൽ പോയി കഴിഞ്ഞു, അപ്രസക്തരായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് ചിലപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയും. സരിൻ ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് ഈ ചോപ്പ് കൊടി, അരിവാൾ ചുറ്റിക, നക്ഷത്രവും ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കുന്നതേ ഉള്ളായിരിക്കാം. സ്റ്റെതസ്കോപ്പ് മാത്രം കെട്ടി തൂക്കിയിട്ടുണ്ടാകാം, ചിഹ്നമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ഇപ്പോൾ ചിത്രത്തിലില്ലാതായി തീരുകയാണ്. അത് CPM ഉണ്ടാകുന്ന ഒരു വലിയ ക്ഷീണമായിരിക്കും. വോട്ട് വിഹിതം കുറഞ്ഞു കഴിഞ്ഞാൽ CPM പോലുള്ള ഒരു പാർട്ടിക്ക് അതവിടെ വോട്ട് വിഹിതം കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഏത് കക്ഷിയാണോ ജയിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആണ് വിജയിക്കുന്നു, ഭൂരിപക്ഷം കൂടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ BJP ആണ് വിജയിക്കുന്നത് എങ്കിലും ഇവിടെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കും. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇവർ രണ്ടുപേരിൽ ആര് ജയിച്ചാലും CPM എന്തായാലും ഒരു വിജയസാധ്യത ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് CPM അറിയാം. കാരണം പാലക്കാട് പിന്നെ ക്ലച്ച് പിടിക്കത്തില്ല. ഒരു വോട്ട് കട്ടറായി മാറാൻ പറ്റുമോ? ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടുകൾ CPM അതിനകത്ത് ആ തരത്തിലുള്ള ചിന്തകളൊന്നും അവിടെ ആവശ്യമില്ല. ആ കണക്കുകൂട്ടലുകൾ ഒന്നും ഇവിടെ ഫലിക്കത്തില്ല. അതൊക്കെ മറ്റ് ചില മണ്ഡലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ അതൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ വേറെ തരത്തിൽ ചിത്രം മാറി നിൽക്കുകയല്ലേ. ഷാഫി തുടക്കം മുതൽ ഏതാണ്ട് കയറി വന്നു. പിന്നീട് ഈ സന്ദീപ് വാര്യരെ എടുത്തു വെച്ചതോടുകൂടി കോൺഗ്രസിൻ്റെ നാശം ആരംഭിക്കുകയും ചെയ്തു. സരിൻ പിന്നെയും ഒന്നുകൂടെ താഴേക്ക് പോയി. ഈ അവസരത്തിൽ കൃഷ്ണകുമാർ കയറി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പിന്നെ BJPക്ക് നേട്ടമുണ്ടാക്കും. സരിനെ ഇനി എങ്ങനെ, സരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തെന്നല്ലേ ശ്രീജിത്ത് ചോദിച്ചത്. സരിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു 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 വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് കഴിഞ്ഞാൽ CPM എത്ര ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. അല്ലാതെ ഏതെങ്കിലും ഇനിയും ബോർഡ് സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ രാജ്യസഭ, അങ്ങനെ അത്ര പ്രഗത്ഭനായ ഒരു നേതാവൊന്നുമല്ല സരിൻ. അതെ, മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ സരിൻ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? അത് ഈ ഇപ്പോഴത്തെ ഇത് അനുസരിച്ചിരിക്കും. ഇവിടെ ഏതായാലും പിന്നെ മറ്റ് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്നും കൊടുക്കത്തില്ല. വല്ലയിടങ്ങളിൽ ചാവേറാകാൻ വേണ്ടി കൊടുക്കും. സരിൻ വിജയിച്ചാൽ എന്ന് ശ്രീത്ത് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പ്രയോഗം വേണ്ട. വിജയിക്കില്ല, അത് ആർക്കാ അറിയാൻ വയ്യാത്തത്? അല്ല, അതാണ് വിജയിച്ചില്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ വേറെ മണ്ഡലം കൊടുക്കും. ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ നിന്ന് CPM വന്നു. എവിടെ നിർത്തി? പുതുപ്പള്ളി നിർത്തി മത്സരിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലാണ്, എല്ലാവർക്കും അറിയാം. വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്നു മത്സരിപ്പിച്ചു. അവിടെ തോക്കും. കുമ്മനവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ട് ഗംഭീര മത്സരം നടക്കുക. CPM 3-ാം സ്ഥാനത്ത് പോയില്ലേ? TNC അവിടെ മത്സരിച്ചില്ലേ? 3-ാം സ്ഥാനത്ത് പോയില്ലേ? വട്ടിയൂർക്കാവ് ഏതാണ്ട് ഒരു BJP അനുകൂല മണ്ഡലമായിട്ട് മാറുകയും ചെയ്തു. അവിടെ വിജയിച്ചില്ല എങ്കിൽ പോലും അത് BJPയുടെ പിന്നെ പിടിപ്പുകേട്. ആഞ്ഞു നിന്നിരുന്നുവെങ്കിൽ ഇത് പിടിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ സരിനെ നിർത്തും. എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനി പുതുപ്പള്ളി നിർത്തും മത്സരിക്കാനായിട്ട്. അല്ലെങ്കിൽ അതുപോലുള്ള ചില ഇടങ്ങളുണ്ടല്ലോ, മലപ്പുറത്ത് എവിടെങ്കിലും. എന്താ പറ്റത്തില്ലേ? പാലക്കാടിന് സമീപമാണല്ലോ. അപ്പം സീറ്റ് കൊടുത്തില്ല എന്നായി ചാവേറായി നിർത്തുമെന്നുള്ളതാണ്. കുറേ കഴിയുമ്പോൾ ചിലപ്പം തിരികെ പോരും.
ചെറിയാമ്പലി ഇപ്പോൾ തിരിച്ചു വന്നില്ലയോ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയെന്നും പറഞ്ഞു. ഒരു പരിധി നോക്കിയാൽ പി സരിൻ BJP-യിലേക്ക് അതിനുള്ള അത് അപ്പോഴത്തെ സാഹചര്യം പോലെ 2026 ചിത്രം മാറി മറിഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു സംശയം. ഇതിപ്പോ ദേശീയ രാഷ്ട്രീയത്തെ പോലെ എല്ലാവരും ചാടിക്കളിക്കാൻ ഇത് ഈ സരിൻ ഒരു അധികാരമോഹി ആയതുകൊണ്ട് ചിലപ്പോൾ 2026 BJP-ക്ക് മുന്നേറ്റം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ചാടി വരും.